പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ ജോലിയുടെ സംബന്ധമായ ആവശ്യത്തിന് പെട്ടെന്ന് പോകേണ്ടി വരുന്നത് കൊണ്ട് തന്നെയാണ് കാണാൻ പറ്റുന്നില്ല വിക്രമിനെ. എന്നാൽ തരുണ് എല്ലാ രീതിയിലും നല്ലൊരു ബോഡി ഗാർഡിനെ തന്നെ കണ്ടെത്തിയെന്ന് ഫോൺ വിളിച്ച് വേദിയുടെ അടുത്ത് പറയുന്നുണ്ട്. മോൾക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു, നല്ല എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട്. മോളുമായിട്ട് എന്തായാലും അവരങ്ങ് നല്ലതായിട്ട് പൊയ്ക്കോളും. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട എന്ന് വേദിയുടെ അടുത്ത് പറയുന്നുണ്ട് തരുണ്. എന്തായാലും ഇനി വരുമ്പോഴത്തേക്കും കാണാലോ പുതിയ ബോഡി ഗാർഡിനെ. എല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഫുൾ സമയം വേണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ലതുപോലെ ശ്രദ്ധിക്കാൻ പറയണം. എന്നാൽ മോളാണെങ്കിൽ വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പുതിയ പേരൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. അതൊക്കെ എന്തിനാ മാറ്റാൻ പോയത്? അയാൾക്കതൊക്കെ ഒരു വിഷമാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവൾ കളിക്കുന്നതല്ലേ, അവളിലേക്കും അവൾ ഇത്തിരി കുറുമ്പ് കൂടുതലെന്ന് അറിയാലോ. സ്കൂളിലെ പ്രശ്നം തീർന്നതേ ഉള്ളൂ, അടിയുടെ അറിയാലോ അത് ആരുടെ സ്വഭാവമാണെന്ന്. എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെന്ന നിലയിൽ ആ ഒരു രീതിയിലല്ലേ വരുള്ളൂ. അതുകൊണ്ട് അവളെ കുറ്റം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ തരുണ് പറയുമ്പോഴത്തേക്കും വേദ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. വേദ മനസ്സിൽ ആ സമയത്ത് ചിന്തിക്കുന്നത് അച്ഛന്റെ അതേ സ്വഭാവം തന്നെയാ, പക്ഷെ തരുണ് ചിന്തിക്കുന്നത് വേറെയും എന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അച്ഛനെ പോലെ ആ മകളുടെ ഓരോരോ പ്രവൃത്തിയും അതുപോലെ തന്നെ ആ സെക്കൻഡിലുള്ള ഓരോരോ നോട്ടത്തിലൂടെ ഉണ്ട് അവളുടെ അച്ഛൻ്റെ അതേ രീതികൾ. അത് കാണുമ്പോഴത്തേക്കും എനിക്ക് വിക്രമിനോടുള്ള ആ ഒരു ഇത് കണ്ടില്ല എങ്കിലും എനിക്ക് ഈ മോള് വഴി വിക്രമിനെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദ ഉടനെ തന്നെ മോളെ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പറയുക, അമ്മേ എന്നെ കൂടുതൽ റൂളൊന്നും കാണിക്കില്ലെന്ന് പറയണം, എന്നെ വഴക്ക് പറയുകയോ നുള്ളിയൊന്നും ചെയ്യില്ലെന്ന് പറയണം ബോഡി ഗാർഡിൻ്റെ അടുത്ത്. അമ്മ ഒന്ന് ഫോൺ വിളിച്ച് പറയണമെന്ന് പറയുന്ന സമയത്ത് മോളൊന്ന് കൊടുത്തേ ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് മോള് ഫോണ് കൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവിടെ വേദയ്ക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഫോൺ കട്ടാക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ആ ശബ്ദത്തിലൂടെ തന്നെ എല്ലാം തിരിച്ചറിയുമായിരുന്നു ആരാണെന്ന്. പക്ഷെ ഓരോ നിമിഷവും എത്തുമ്പം തന്നെ അത് കാണാമറയത്തേക്ക് പോവുക രണ്ടുപേരും, വേദയും അതുപോലെ തന്നെ വിക്രമം. എന്നാൽ ഇതെല്ലാം ഉൾക്കൊണ്ട് മോള് തൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി എത്തിയിരിക്കുന്നല്ലോ എന്നുള്ള ഒരു ഇതും ഈ കഥയിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ തരുണിൻ്റെ അമ്മയുടെ കാര്യം നോക്കിയെല്ലാം കാണാൻ പറ്റുന്നത് അമ്മയ്ക്ക് എപ്പോഴും തരുണിൻ്റെയും മകളുടെയും കാര്യം മാത്രമേ പറയാനുള്ളൂ. പക്ഷേ വിക്രമിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വേദയെ അനുവദിക്കുന്നില്ല. കൂടെ നിന്നുകൊണ്ട് ചതിക്കുക ചെയ്യുന്നത് തരുണിൻ്റെ അമ്മ. എന്നാൽ സ്നേഹം നടിക്കുകയും അകത്ത് നല്ല വഞ്ചകം വെച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഒരു കുട്ടിയുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും അയാളെ പോലും കാണാൻ പോലും സാധിക്കാതെയും പറയാതെയും അതുമാത്രമല്ല അതിനെ അനുവദിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് തരുണിൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം തന്നെയാണ്. എന്തായാലും വിട്ടുപോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തരുണിൻ്റെ ഭാവി എന്താവും? കുട്ടി പോയി കഴിഞ്ഞാൽ തരുണ് ആകെ തകരുമെന്ന് അറിയാം തരുണിൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. വീട്ടിലേന്ന് ഫോൺ വിളിക്കുന്ന സമയത്ത് വേദയുടെ ഫോൺ എടുത്ത് അച്ഛൻ്റെ അടുത്ത് പറയുന്നത് തരുണിൻ്റെ അമ്മ. എന്തായാലും അവളൊരു പുതിയ ജീവിതത്തിലേക്ക് വന്നു, പഴയതിനൊന്നും ഓർമ്മിപ്പിക്കരുത്, ആര് വന്നാലും അവളെടുത്ത് പറയരുത് എന്നൊക്കെ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയുകയും പക്ഷേ അതുവഴി തന്നെ വേദയെടുത്ത് ഒരു കാര്യം പോലും വിക്രമിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നില്ല. എപ്പോൾ വിളിച്ചിരുന്നാലും പറയുന്നത് ഒരേ ഒരു കാര്യം, നിൻ്റെ ജീവിതം അത് സുരക്ഷിതമായിരിക്കും മകളുടെ. പക്ഷേ ഇവിടെ നീ പുറത്തോട്ട് വന്നാൽ കാര്യം അറിയാമല്ലോ, ശ്രീകാന്ത് ഏത് സമയവും കാത്തിരിക്കുക നിങ്ങളെ ഒരു നിഴൽ വെട്ടം കാണാൻ വേണ്ടി. എങ്കിൽ അന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ഇനി ജീവിതം പോകേണ്ടി വരും. ആ സമയത്ത് വേദ പറയുന്നുണ്ട് അച്ഛനടുത്ത് ഫോൺ വിളിച്ചപ്പോഴത്തേക്കും, ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു, പുതിയൊരു ജീവിതം കിട്ടിയെന്ന്. ആരാ ഇതൊക്കെ പറഞ്ഞത്? എനിക്ക് പുതിയ ജീവിതമെന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴുള്ള ഈ പൊസിഷനാണ്, അല്ലാതെ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞത് അറിയാലോ, ആരാണെന്നും അറിയാലോ, ഒരു കുട്ടിയുള്ളതും അറിയാം. പക്ഷേ അത് കുട്ടിയുടെ അച്ഛൻ വിക്രം തന്നെയാണ്. അതിനിപ്പോൾ ആരെ കൂടെ സഹായിച്ച് കഴിഞ്ഞിരുന്നാലും ശരി തന്നെയാണ്, വേറെ രീതിയിൽ വേറെ അർത്ഥത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വേദയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞത് എനിക്കറിയാം, അമ്മ പറഞ്ഞിട്ടുണ്ടാവും.
എന്തായാലും ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എനിക്ക് വിക്രമിനെ മറക്കാൻ ഒരിക്കലും കഴിയില്ല. ഞാൻ എൻ്റെ മകളും എൻ്റെ വിക്രമോ എൻ്റെ ലോകമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇവിടെ തന്നെ വിക്രമുണ്ട്. ഏത് സമയം നമ്മൾ കാണുകയും ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, എൻ്റെ മകളുടെ ജീവനും ഞങ്ങളുടെ ഇപ്പം ഒരു ആപത്ത് വന്നിരിക്കുക. എന്തായാലും ഓരോരോ ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ പക്ഷേ അനീതിക്കെതിരായിട്ട് നിൽക്കുകയില്ല. നീതി കിട്ടണം ഏത് കാര്യത്തിനും. അതാ എൻ്റെ ഒരു കാര്യം. അത് അച്ഛനറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വളർന്നു വരുന്ന എൻ്റെ മകളും വിക്രമിനെ പോലെ തന്നെയാണ്. ഒരു ഇതിന് സംസാരിച്ച് തീർത്തും രണ്ടാമത്തേന് അടിയാ ആ കുട്ടി. അതും അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് വിക്രമിനെ എവിടെ വെച്ച് കണ്ടിരുന്നാലും അറിയിക്കണം, എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഒന്നും മിണ്ടാതെ തന്നെ അച്ഛൻ ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തരുണിൻ്റെ അമ്മയുടെ അടുത്ത് പറയുക, എത്രയായിരുന്നാലും ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയിക്കാം. എനിക്കിനി പറയേണ്ട സമയമായി. ഇനി എല്ലാവരുടെ അടുത്തും തരുണാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്നും എൻ്റെ ഭർത്താവാണ് തരുണെന്നും അറിയപ്പെടുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ അറിയിച്ചില്ലെങ്കിൽ പല ആപത്തിനും ഇത് വഴിയൊരുക്കും. അത് എൻ്റെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ തന്നെ വളരെയധികം മാറ്റിമറിച്ചേക്കാം വരുമ്പോൾ തന്നെ. അതുകൊണ്ട് അതൊരിക്കലും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും തരുണിൻ്റെ അമ്മ പറയുക, എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, സമയമായില്ല. ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ കാര്യം കൂടെ നോക്കണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുക, വേദ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഓരോ ഒഴിവുകേടുകൾ പറഞ്ഞ ഇത്രയും വർഷം ഇത് നീണ്ടുപോയത് ഇനി എന്ന് പറയാനാ? അവളാണെങ്കിൽ എന്നെക്കാളും സ്നേഹമാണ് നിന്റെ അടുത്ത്, അറിയാലോ. അതൊക്കെ ആവുമ്പോഴത്തേക്കും സ്വന്തം അച്ഛനെ കാണുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം സമയമുണ്ട് മോൾ, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് വേദ പറയുന്നുണ്ട്, ഈ പറച്ചിൽ തന്നെ എനിക്കൊരു വിശ്വാസവും ഇല്ല. എനിക്ക് വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്തായാലും മോള് അതിനെക്കുറിച്ചൊന്നും വിചാരിക്കണ്ട. ഇപ്പോൾ പുതിയ ബോഡി ഗാർഡിൻ്റെ പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഏത് സമയത്തും ഇപ്പം മോളുടെ കൂടെയാ. പക്ഷേ മോളാണെങ്കിൽ പല കുസൃതികളും കാട്ടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് വന്ന ദിവസം തന്നെയാ കുറെ ഗോലിയൊക്കെ നിരത്തിയിട്ടിട്ട് റൂമിലേക്ക് വിളിച്ചിട്ട് അവൾക്ക് ഇന്റർവ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് അവൻ വന്ന് വീണ് ഒന്നും സംഭവിക്കാത്തത് തന്നെയാ വലിയ കാര്യം. എന്തായാലും ആ കുട്ടിയുടെ കുസൃതി കൂടുതലാണ്, മോളൊന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ വേദയുടെ അടുത്ത് തരുണിന്റെ അമ്മ പറയുന്നുണ്ട്. ഇതൊന്നും എൻ്റെ അടുത്ത് അവൾ പറഞ്ഞില്ലല്ലോ, ഇതൊന്നും അവളൊന്നും പറയില്ലല്ലോ. പിന്നെ പാല് കുടിക്കാനൊക്കെ ഭയങ്കര മടിയാ. ഞാനിപ്പോൾ ആ ബോഡി ഗാർഡിനെ വെച്ച് പേടിപ്പിക്കും, പിച്ചും മാന്തു എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് മോള് പറഞ്ഞു കൊടുത്ത ആ ഒരു കഥയിലെ ചക്രവർത്തി പോലെ തോന്നുകയും അതുപോലെ തന്നെ ആ ഒരു പേടി അവൾക്കുണ്ട് മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് പാലൊക്കെ ഉടനെ തന്നെ ഇപ്പം കുടിക്കും അയാളുടെ മുന്നിൽ വെച്ച്. എന്തായാലും ഇതുവരെയും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. സ്കൂളിലായിരുന്നാലും അതുപോലെ തന്നെയാണ്. രാവിലെ പോയിട്ട് ബൈക്കിലാണെങ്കിൽ കൂടെ പോവും, ബൈക്കിൽ കൂടെ പോയി സ്കൂളിൽ അവിടെ ഇരുന്നിട്ടാണ് വിളിച്ചിട്ട് തിരിച്ചും വരുന്നത്. അതുകൊണ്ട് മോളൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വേദ എടുത്ത് സംസാരിച്ചിട്ട് തരുണിൻ്റെ അമ്മ ഫോൺ വയ്ക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ജോലിക്കാരിയല്ല ഷീല എന്ന് പറഞ്ഞ ഹിന്ദിയാ പറയുന്നത്, എന്നാലും മലയാളം അറിയാം. ഷീലയ്ക്ക് എന്തായാലും ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നുണ്ട് ആ വിക്രമിൻ്റെ അടുത്ത്. അപ്പോഴപ്പോഴായിട്ട് ചായ കൊണ്ട് കൊടുക്കലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തേക്ക് പോകുന്നതും ഇതൊക്കെ കണ്ടിട്ട് തന്നെ വിക്രമിനും ഒരു ഇത് തോന്നുന്നുണ്ട്. ആ സമയത്ത് പറയുക, അധികം വരാതിരിക്കാൻ വേണ്ടി പറയുക, ഞാനൊരു പോലീസാ, കുറെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാ ഞാൻ ഈ വേഷമൊക്കെ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, എൻ്റെ അടുത്ത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഒന്ന് ഓരോന്ന് ചോദിക്കുന്നു ചെയ്യരുത്, അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് എന്നെ പേടിച്ച് ആ ഷീല ഓടുന്നുണ്ട്. അങ്ങനെ തരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനി സ്കൂളിലാണെങ്കിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു കുട്ടിയായിട്ട് അടിയുണ്ടാക്കിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചെറിയ കാര്യം മതി, അവക്ക് തെറ്റെന്ന് കണ്ട ഉടനെ തന്നെ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല. അത് ടീച്ചറെന്നോ ആരെന്നോ ഇല്ല അവക്ക്. അതുകൊണ്ട് മോന് വേറെ വിഷമമൊന്നും തോന്നരുത്. അവൾ പല കുസൃതികളും കാണിക്കും, എന്നാലും അത് വക വയ്ക്കരുത്, അവളുടെ സ്വഭാവം അങ്ങനെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് തമാശ പോലെ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോകുമ്പോൾ സമയത്ത് പറയുക, വിക്രം എങ്ങനെയുണ്ടായിരുന്നു ജോലിയൊക്കെ? അത് ജോലിയെന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു സമയം പോകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കുട്ടിയുടെ സ്കൂളിലും കൊണ്ടുപോകണം, വിളിച്ചിട്ട് വരണം, വീട്ടിലെ കാര്യം. ഇനി അവർ ഫുൾ ടൈം അവിടെ നിൽക്കാൻ വേണ്ടിയാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് വിക്രമിൻ്റെ അച്ഛന് സങ്കടമാവുന്നുണ്ട്. എന്തായാലും
ഇനി ഇത്രയും രാവും പകലും ഇല്ലാതെ ആ വീട്ടിൽ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതോ ഒരു കുട്ടിയെ നോക്കി നിന്റെ സമയമല്ലേ കളയുന്നേ, ഇതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, അത് ആൻഡ്രൂ സാറ് പറഞ്ഞതല്ലേ, ആ വഴിക്ക് നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും ആ രീതിയിൽ ആ സാറ് നല്ലതേ കൊണ്ടുവരത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയമായതുകൊണ്ട് നല്ലൊരിടത്ത് ജോലി കിട്ടാൻ വേണ്ടി ഇത്തിരി താമസം പിടിക്കും. അതുകൊണ്ട് തന്നെയാ നിന്നെ കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒഴിവുകേടുകൾ പറഞ്ഞ് അവിടെ നിന്ന് മാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറയുക, എന്തായാലും നിന്നെ ജയിലിലായിരുന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് പറയാം, ഇപ്പം നാട്ടിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ്. അവിടെ ഉണ്ടപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ വീണ്ടും പറഞ്ഞിരിക്കാൻ അപ്പുറത്തുള്ള അവരുള്ളതുകൊണ്ട് കൊള്ളാം. അത് കുഴപ്പമില്ല, അവരൊക്കെ ഉണ്ടല്ലോ. അതുമാത്രമല്ല ഇപ്പം അച്ഛൻ ചീട്ട് കളിക്കാത്ത അച്ഛനും അവിടെ ആമീരുടെ അടുത്തിരുന്ന് ചീട്ടൊക്കെ കളിക്കണല്ലോ. ആ കുട്ടി സമയം പോകാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ചായയൊക്കെ എടുത്തിട്ടുണ്ട് വരും. രണ്ടുപേരും അതുപോലെ തന്നെയാണ്, നല്ല സ്നേഹമാണ്. ആ സമയത്ത് വിക്രം പറയുക, കണ്ടോ നമ്മളെവിടെ പോയിരുന്നാലും നല്ല ആൾക്കാരെ നമുക്ക് ആൾക്കാരായിട്ട് കിട്ടിയതിന് ഏറ്റവും വലിയ കാര്യമല്ലേ. അതുകൊണ്ട് അച്ഛൻ്റെ ഇവിടുത്തെ കാര്യം അവരൊക്കെ നോക്കിക്കോളും. പിന്നെ ഞാനും ഇടയ്ക്കൊക്കെ ഞാൻ വരും സമയം കിട്ടുമ്പോഴൊക്കെ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ സമയമായപ്പോഴത്തേക്കും പിറ്റേ ദിവസം പോകുന്നുണ്ട് വിക്രം. പോകുന്ന സമയത്ത് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വിക്രം എവിടെ നിൽക്കുന്നു ഇരിക്കുന്നു എന്നൊക്കെയാണ് കുട്ടി നോക്കുന്നത്. എന്നാൽ ഗൗരിക്കുട്ടിയാണെങ്കിൽ ഒരു കാര്യം വിചാരിക്കുന്നുണ്ട്, തന്നെ നോക്കാൻ വേണ്ടി ഒരു രാജാവ് കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് ആവാം എപ്പോഴും ഞാൻ അടുത്ത് വേണം ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഫോൺ വിളിച്ച് ആൻഡ്രൂ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ അവിടെ, കുട്ടിക്ക് ഇത്തിരി കുസൃതി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ആ സമയത്ത് ആൻഡ്രൂസ് സാർ പറയുക, എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ്, നിന്റെ കാര്യം എനിക്കറിയാലോ, നിനക്ക് അടി പ്രധാനമുള്ള നിനക്ക് ഒരു തമാശയുള്ളൊരു കുട്ടി അടുത്ത് വേണത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ നിന്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി. അതുകൊണ്ട് തന്നെയാണ് നീ ഇതിലേക്ക് ഞാൻ പറഞ്ഞതുകൊണ്ട് പോയെന്ന് എനിക്കറിയാം. പക്ഷേ നല്ല ആൾക്കാരാ, എങ്ങനെയെങ്കിലും പിടിച്ചവിടെ നിൽക്കണം, എന്നിട്ട് നമുക്ക് വേറെ ജോലിയൊക്കെ നോക്കാം. ഇപ്പം തൽക്കാലം നിനക്ക് അവിടെ നിൽക്കുന്നതാ നിന്റെ സുരക്ഷിതം എന്നൊക്കെ ആൻഡ്രൂ സാറ് പറയുന്നുണ്ട്. എന്നാൽ വേദയാണെങ്കിൽ ആ സമയത്ത് തരുണിനെ വിളിക്കുന്നുണ്ട്. കുട്ടി സ്കൂളിൽ പോയോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വേദിയുടെ അടുത്ത് പെട്ടെന്ന് തന്നെ അവിടെയുള്ള തമിഴ്നാട്ടിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്ന് മുൻ MLA ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ അന്നത്തെ കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്കൊരു ഇതിനും കണ്ണടയ്ക്കാൻ കഴിയില്ല. തെറ്റെന്ന് തന്നെയാണ് ഞാൻ പറയും. അവരുടെ അടുത്ത് ഇറങ്ങി പൊയ്ക്കോണം, ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് എന്നെ കാണാൻ വന്നേക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടുന്നുണ്ട്. ഇത് കേട്ടതും പറഞ്ഞുകൊണ്ട് പോവുക, ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. ഇതിനു മുമ്പേ വന്നവരും ഇതുപോലെ നീതി കാണിച്ചവർ തന്നെയാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അന്വേഷിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയിലെ സ്വരത്തിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഇതൊന്നും കേൾക്കണ്ട, നിങ്ങളെ പിടിച്ച് മിണ്ടാതിരുന്നെങ്കിൽ ജയിലിലടക്കി ഞാൻ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് വേദ. അങ്ങനെ എല്ലാവരും പോയ സമയത്ത് അവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. മോളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അപ്പോഴത്തേക്കും മോള് വന്നില്ല എന്ന് അറിയുന്നുണ്ട് സ്കൂളിൽ നിന്ന്. അങ്ങനെ തരുണിന്റെ അമ്മയടുത്ത് സംസാരിച്ചിട്ട് ഫോൺ വെക്കുകയും വീണ്ടും പണ്ടത്തെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ചിന്തിക്കുന്നുണ്ട്, പണ്ടത്തെ വീട്ടിലെ അതുപോലത്തെ ആ ഒരു രീതിയിൽ താമസിക്കാൻ തോന്നുന്നുണ്ട്. അവിടെ വിക്രമൻ അതുപോലെ തന്നെ മോളും ഞാനുമായിട്ടുള്ള ആ ലോകം അതിന് എന്നായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് വേദ.